For number 7th chapter, fractions. Page number 131. എന്താ fractions എന്ന് പറഞ്ഞാൽ? Fractions. A fraction is a number representing a part of the whole. The whole may be a single object or a group of objects. അതായത് കുറച്ച് ഒബ്ജക്ട്സിന്റെ ഗ്രൂപ്പിന്റെയോ അല്ലെങ്കിൽ ഒരു സിംഗിൾ ഒബ്ജക്റ്റിന്റെയോ ഒരു പാർട്ടിനെ ഒരു ഭാഗത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പറാണ് എന്ത് ഫ്രാക്ഷൻ. ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഫ്രാക്ഷൻ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാം അല്ലേ? 1/4 അല്ലെങ്കിൽ 1/2, 2/3, 5/3 എന്നൊക്കെ പറയുന്നതാണ് ഫ്രാക്ഷൻ. അതില് ന്യൂമറേറ്ററും ഉണ്ടാവും ഡിനോമിനേറ്ററും ഉണ്ടാവും. ഓക്കെ, ഇനി ഇത് നമുക്ക് കാര്യമായിട്ട് പഠിക്കാനുള്ളത് പേജ് നമ്പർ 136. പേജ് നമ്പർ 136. അതിനകത്ത് ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസ് എന്ന ഹെഡിങ് ആണ്. ഏതൊക്കെ ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസ് നിങ്ങൾക്ക് അറിയാം? ഏതൊക്കെ ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസ് അറിയാം? 3 ടൈപ്പ് ഫ്രാക്ഷൻസ് ഉണ്ട്. പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, മിക്സഡ് ഫ്രാക്ഷൻ. ഇതൊക്കെ മുന്നേ പഠിച്ചതുകൊണ്ടാണ്, ഇതും പഠിച്ചത് തന്നെയാണ്, അതുകൊണ്ടാണ് മിസ് പറഞ്ഞു പോകുന്നത് കേട്ടോ. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാല് ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളും ചെറുത്. 1/3, 5/10, 2/9 ഇങ്ങനെ വരുന്നത്. ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതുമാണെങ്കിൽ such type of fractions are called proper fraction. Then improper fraction എന്ന് പറഞ്ഞാൽ a fraction which is greater than or equal to 1 അല്ലെങ്കിൽ ഡിനോമിനേറ്ററിനേക്കാളും വലിയ ന്യൂമറേറ്റർ വരുന്ന ഫ്രാക്ഷൻസിനെയാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ആ പ്രോപ്പർ ഫ്രാക്ഷന്റെ അടിയിലൊരു സെന്റൻസ് ഉണ്ട്, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. എ ഫ്രാക്ഷൻ വിച്ച് ഈസ് ലെസ് ദാൻ 1 ഈസ് കോൾഡ് പ്രോപ്പർ ഫ്രാക്ഷൻ. പ്രോപ്പർ ഫ്രാക്ഷൻ എപ്പോഴും 1നേക്കാളും ചെറുതായിരിക്കും. അതുകൊണ്ടാണ് അതിന്റെ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളും ചെറുത് വരുന്നത്. Then improper fraction, a fraction which is greater than or equal to 1. വണ്ണിനേക്കാളും വലുതോ അല്ലെങ്കിൽ 1ന് ഈക്വൽ ആയിട്ടുള്ളതോ ആയിട്ട് വരുന്ന ഫ്രാക്ഷൻസിനെയാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. 1 എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷന്റെ വാല്യൂ 1 ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആയിട്ട് വരുന്നു. 5/5, 10/10, 20/20, 100/100 ഇങ്ങനെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആയിട്ട് വരുന്ന കേസിലാണ് ഫ്രാക്ഷന്റെ വാല്യൂ 1 ആണെന്ന് പറയുന്നത്. അപ്പൊ ഫ്രാക്ഷന്റെ വാല്യൂ 1 അല്ലെങ്കിൽ 1 ഗ്രേറ്റർ ദാൻ 1 ആവുന്ന കേസിലാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇംപ്രോപ്പർ ഫ്രാക്ഷനില് ഡിനോമിനേറ്ററിനേക്കാളും വലുതായിരിക്കും ന്യൂമറേറ്റർ. 8/3, 10/5, 100/25 ഇങ്ങനെയൊക്കെ വരുന്ന നമ്പേഴ്സ് ആൻഡ് ഫ്രാക്ഷൻസ് ആണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. Then third type, mixed fraction. മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ പ്രോപ്പർ ഫ്രാക്ഷന്റെയും ഹോൾ നമ്പറിന്റെയും ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയാം. 5 2/3, 3 1/4. അതൊരു ഹോൾ നമ്പർ പാർട്ടും ഉണ്ടാവും, പ്രോപ്പർ ഫ്രാക്ഷൻ ഉണ്ടാവും. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിരിക്കില്ല, പ്രോപ്പർ ഫ്രാക്ഷൻ ആയിരിക്കും മിക്സഡ് ഫ്രാക്ഷനിലെ ഹോൾ നമ്പറിന്റെ കൂടെ ഉണ്ടാവാം. ഇതിൽ കാര്യമായിട്ട് നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം കൺവേർഷൻ ഓഫ് മിക്സഡ് ഫ്രാക്ഷൻ ഇൻടു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. തന്നിരിക്കുന്ന മിക്സഡ് ഫ്രാക്ഷനെ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റി എഴുതണം. എങ്ങനെ മാറ്റി എഴുതാം? ഇപ്പോ
5/2/3 എന്ന് പറയുന്ന ഫ്രാക്ഷൻ, മിക്സഡ് ഫ്രാക്ഷൻ. 5/2/3 നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റി എഴുതാം. എങ്ങനെ? ഇവിടെ ഒരു ഹോൾ നമ്പർ ഉണ്ട്, ഒരു ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററും ഉണ്ട്, ഡിനോമിനേറ്ററും ഉണ്ട്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ഹോൾ നമ്പറിനെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് അതിനോട് ന്യൂമറേറ്റർ ആഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യാം? ഈ ഡിനോമിനേറ്റർ തന്നെ അത് കിട്ടുന്ന സം ന്യൂമറേറ്റർ ആയിട്ട് എഴുതാം, ഈ ഡിനോമിനേറ്റർ തന്നെ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതാം. ഇങ്ങനെ വരും 5 into 3 plus 2/3. 3 ആണ് ഇവിടുത്തെ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാം? ആ ഡിനോമിനേറ്റർ തന്നെ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതാം. 5 into 3 15. 15 plus 2 15 plus 2/3 equal to 17/3. 5/2/3 എന്ന് പറയുന്ന മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റി എഴുതുന്ന സമയത്ത് 17/3 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പേജ് നമ്പർ 137 എക്സസൈസ് 7B ആറാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. എക്സസൈസ് 7B ആറാമത്തെ ക്വസ്റ്റ്യൻ. അതിലൊരു 1 2 3 4 4 ഒന്ന് ചെയ്തു നോക്കി, അല്ലെങ്കിൽ 3 വരെ മതി. 1 2 3 1 2 3 5 1/3 4 3/4 3 2/9. 3 ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കി. ആൻസർ പറഞ്ഞാൽ സമയം വെറുതെ കളയുന്നില്ല. 5 1/3 5 1/3 is equal to 5 into 3 plus 1/3 equal to 16/3. Next 4 3/4. 4 into 4 plus 3/4. Denominator 4 തന്നെ equal to 4 into 4 16 plus 3 19/4. Last one 11 2/9 equal to 11 into 2 sorry 11 into 9 plus 2/9 equal to 99 plus 2 101/9. അപ്പോ മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഹോൾ നമ്പറിനെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ന്യൂമറേറ്റർ ആഡ് ചെയ്യുക, എന്നിട്ട് ഡിനോമിനേറ്റർ അത് തന്നെ എഴുതുക. ഓക്കെ, അപ്പൊ ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസ് നമുക്ക് അത്രേ പറയാനുള്ളൂ. നെക്സ്റ്റ് ഈക്വലന്റ് ഫ്രാക്ഷൻ, പേജ് നമ്പർ 138. ഇക്വിവാലന്റ് ഫ്രാക്ഷൻസ്. ഇക്വിവാലന്റ് ഫ്രാക്ഷൻസ് നിങ്ങൾ പഠിച്ചു തന്നെയാണ് മുന്നേ അല്ലെ? എന്താ ഇക്വിവാലന്റ് ഫ്രാക്ഷൻസ്? എന്താ ഇക്വിവാലന്റ് ഫ്രാക്ഷൻസ്? ഇക്വിവാലന്റ് ഫ്രാക്ഷൻസ് എന്താ?
Two or more fractions having the same value and representing the same part of a whole are called equivalent fractions. അതൊന്ന് underline ചെയ്തു വെച്ചോ. Two or more fractions having the same value and representing the same part of a whole are called equivalent fractions. അതായത് ഒരു പാർട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്ന സെയിം പാർട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്ന ടു ഓർ മോർ ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ ഇക്വാലന്റ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് സിമ്പിൾ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇക്വാലന്റ് ഫ്രാക്ഷൻസ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. നാല് സർക്കിൾസ് ഉണ്ടോ? ഇതിനെ ആദ്യത്തതിനെ 2 പാർട്ടാക്കുന്നു, രണ്ടാമത്തതിനെ 4 പാർട്ടാക്കുന്നു, മൂന്നാമത്തതിനെ 6 പാർട്ടാക്കുന്നു, നാലാമത്തതിനെ 8 പാർട്ടാക്കുന്നു. ടെക്സ്റ്റിലുള്ള സെയിം എക്സാമ്പിൾ തന്നെ 8 പാർട്ടാക്കുന്നു. ഇനി ഇതില് ഈ സർക്കിളിന്റെ കൃത്യം ഹാഫ് പോർഷൻ കളർ ചെയ്യുവാണ്. കൃത്യം ഹാഫ് പോർഷൻ 2 ഭാഗമാക്കിയതിൽ ഒരു ഭാഗം, അതേ പോർഷൻ തന്നെ ഇവിടെയും കളർ ചെയ്തു, അതേ പോർഷൻ തന്നെ ഇവിടെയും കളർ ചെയ്തു. നാലാമത്തെ സർക്കിളിലും അതേ പോർഷൻസ് തന്നെ കളർ കൊടുക്കും. ഇനി ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ കളർ ചെയ്ത പാർട്ട് ഏതാ? അതിന്റെ ഫ്രാക്ഷൻ എന്താ? റെപ്രസെന്റ് ചെയ്യുന്ന ഫ്രാക്ഷൻ ആക്കിയതിൽ 1 1/2. രണ്ടാമത്തെ സർക്കിളിലോ എത്രയാ നമ്മൾ ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത്? 4 പാർട്സ് ആക്കിയതിൽ 2 പാർട്സ്, ദാറ്റ് ഈസ് 2/4. മൂന്നാമത്തെ സർക്കിളിലോ 6 പാർട്സ് ആക്കിയതിൽ 3 പാർട്സ്, 1 2 3, 3 പാർട്സിനാണ് ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 3/6. നാലാമത്തതിനോ 1 2 3 4, 8 പാർട്സ് ആക്കിയതിൽ 4 പാർട്സിനാണ് ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോ 4/8. ഇവിടെ നമുക്ക് 4 ഫ്രാക്ഷൻസ് കിട്ടി. 1/2, 2/4, 3/6, 4/8. എന്നാൽ ഈ 4 ഫ്രാക്ഷൻസും റെപ്രസെന്റ് ചെയ്യുന്നത് ഒരേ പാർട്ടാണ്. അതായത് ഈ സർക്കിളിന്റെ ഹാഫ് പോർഷൻ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെ? 4 ഫ്രാക്ഷൻസ് ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് ഒരു സർക്കിളിന്റെ പകുതിനെയാണ്. ഓക്കെ, such fractions are called equivalent fractions. അപ്പൊ ഇതെല്ലാം ഈക്വൽ ആണെന്ന് നമുക്ക് പറയാലോ. 1/2 is equal to 2/4 is equal to 3/6 is equal to 4/8. അതായത് ഇതെല്ലാം റെപ്രസെന്റ് ചെയ്യുന്ന ഒറ്റ ഒരു പാർട്ടിനെയാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ ഈക്വൽ ആണെന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ഫ്രാക്ഷൻ കിട്ടിയാൽ അതിന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പൊ 3/5 എന്ന് പറയുന്ന ഫ്രാക്ഷന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സിമ്പിൾ ആയിട്ട് ഒന്നും ചെയ്യണ്ട, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും, ഇപ്പൊ നമ്മൾ
ന്യൂമറേറ്ററിനെ മാത്രം ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യരുത്, അല്ലെങ്കിൽ ഡിനോമിനേറ്ററിനെ മാത്രം ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യരുത്. ഫ്രാക്ഷന്റെ വാല്യൂല് വ്യത്യാസം വരും. രണ്ടിനെയും, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഫ്രാക്ഷൻ എങ്ങനെയായിട്ട് മാറി? 3 into 2 6, 5 into 2 10. ഇനി ഇതേ ഫ്രാക്ഷൻ തന്നെ 3/5 എന്ന് പറയുന്ന ഫ്രാക്ഷൻ തന്നെ നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തതെങ്കിൽ 3 into 3 by 5 into 3. 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേറൊരു ഫ്രാക്ഷൻ കിട്ടും. 9/15 എന്ന് കിട്ടും. 9/15 എന്ന് കിട്ടും. അതായത് ഈ 3/5 ഉം 6/10 ഉം 9/15 ആണ് എന്ത്? ഈക്വലന്റ് ഫ്രാക്ഷൻ. 3/5 ഉം 6/10 ഉം 9/15 ഉം. ഇതിന്റെ എല്ലാം വാല്യൂ ഒന്ന് തന്നെയാണ്, എന്നാലും ഫ്രാക്ഷൻസ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വേറെ വേറെയാണ്. ഫ്രാക്ഷന്റെ വാല്യൂ സെയിം ആണ്. ഇങ്ങനെയുള്ള ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വാലന്റ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പേജ് നമ്പർ 142. 142 എടുത്തോ? അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് കണ്ടോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? ആ രണ്ടാമത്തെ ക്വസ്റ്റ്യനില് റൈറ്റ് 5 equivalent fractions of each of the following. ഒരു 6 ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്. അതിന്റെ ഓരോന്നിന്റെയും 5 ഇക്വാലന്റ് ഫ്രാക്ഷൻസ് വീതം എഴുതണം. എങ്ങനെ 5 ഇക്വാലന്റ് ഫ്രാക്ഷൻസ് വീതം എഴുതുക? എങ്ങനെ എഴുതും? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ആദ്യം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 5 ഇക്വാലന്റ് ഫ്രാക്ഷൻസ് ആയി. തൽക്കാലം 5 എണ്ണം ഒന്നും എഴുതണ്ട. ആദ്യത്തെ 3 എണ്ണത്തിന്റെ ഒരു 2 ഇക്വാലന്റ് ഫ്രാക്ഷൻസ് വീതം ഒന്ന് എഴുതി. 1/2ന്റെ 2 ഇക്വാലന്റ് ഫ്രാക്ഷൻസ്, 5/8ന്റെ 2 ഇക്വാലന്റ് ഫ്രാക്ഷൻസ്, 7/9ന്റെ 2 ഇക്വാലന്റ് ഫ്രാക്ഷൻസ് ഒന്ന് എഴുതി നോക്കിയേ. ഇക്വാലന്റ് ഫ്രാക്ഷൻസ് എഴുതാൻ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ന്യൂമറേറ്ററിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്ററിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഒരു ഇക്വലന്റ് ഫ്രാക്ഷൻ കിട്ടും. ഇപ്പൊ 2 തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ന്യൂമറേറ്ററിനെ 5 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഡിനോമിനേറ്ററിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് 2 ഇക്വലന്റ് ഫ്രാക്ഷൻസ് കിട്ടി. അതിന്റെ ഒരു എക്സാമ്പിൾ കാണിക്കാവോ? എക്സാമ്പിൾ കാണിക്കണം. ഓക്കെ, ആദ്യത്തെ ഫ്രാക്ഷൻ തന്നെ എടുക്കാം. 1/2 അല്ലേ ആദ്യത്തേത്? 1/2ന്റെ ഒരു ഇക്വലന്റ് ഫ്രാക്ഷൻ എഴുതണമെങ്കിൽ ന്യൂമറേറ്ററിനെ നമുക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ, ഇപ്പൊ ഞാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്ന് വിചാരിക്കാം. 1നെ ന്യൂമറേറ്ററിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഡിനോമിനേറ്ററിനെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 10/20 എന്ന് കിട്ടും. ഈ 10/20 എന്ന് പറയുന്നത് 1/2ന്റെ ഒരു ഇക്വലന്റ് ഫ്രാക്ഷൻ ആണ്. ഇനി വേറൊരു ഇക്വലന്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1 into 15 ഏത് വേണമെങ്കിലും എടുക്കാം, പക്ഷെ രണ്ടിനെയും സെയിം നമ്പർ കൊണ്ട് തന്നെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. 1 into 15, 2 into 15, 15/30. 15/30. അപ്പോ ഈ 10/20യും 15/30യും 1/2ന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻസ് ആണ്. നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ 1/2 equal to 2/4 equal to 3/6 equal to 4/8 എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 1/2
equal to 10 by 20 equal to 15 by 30 എന്ന് എഴുതാം. കാരണം അതിന്റെ എല്ലാം വാല്യൂ സെയിം ആയിരിക്കും. ഇനി നിങ്ങൾ 1/2ന്റെ വേറെ ഏതെങ്കിലും രണ്ട് ഇക്വാലന്റ് ഫ്രാക്ഷൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. ഈ എക്സാമ്പിൾ ഇവിടെ കിടക്കട്ടെ, നിങ്ങൾ നോക്കിയിട്ട് ചെയ്തു. വേറൊരു കാര്യം, നമുക്ക് രണ്ട് ഫ്രാക്ഷൻസ് കിട്ടിയാൽ അത് ഇക്വാലന്റ് ഫ്രാക്ഷൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട ഒരു മെത്തേഡ് ഉണ്ട്. രണ്ട് ഫ്രാക്ഷൻസ് നിങ്ങൾക്ക് തന്നിട്ട് അത് ഇക്വാലന്റ് ഫ്രാക്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു വഴിയുണ്ട്. എന്താണെന്നറിയോ? രണ്ട് ഫ്രാക്ഷൻസ് നമ്മൾ ഈക്വൽ ആണെന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോ ഇവിടെ 1/2ഉം 10/20 ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. 1/2 ഈക്വൽ ടു 10/20 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ശരിയാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി എന്നറിയോ? 1 into 20യും 2 into 10ഉം സെയിം ആണ്, ഈക്വൽ ആണോ നോക്കിയാൽ. 1 into 20, 2 into 10 ഇത് രണ്ടും സെയിം ആണോ എന്ന് നോക്കിയാൽ മതി. 1 into 20, 20. 2 into 10, 20. രണ്ടും സെയിം ആണല്ലോ കിട്ടുന്നത് അല്ലേ? Thus we can say these two fractions are equivalent fractions. ജനറൽ കേസിൽ പറയുകയാണെങ്കിൽ a by b എന്ന് പറയുന്ന ഫ്രാക്ഷൻ c by d എന്ന് പറയുന്ന ഫ്രാക്ഷന് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ a into d equal to b into c ആണോ എന്ന് നോക്കിയാൽ മതി. a into d equal to b into c ആണോ എന്ന് നോക്കിയാൽ മതി. a into d എന്ന് പറയുമ്പോൾ ആദ്യത്തെ നമ്പറിന്റെ ന്യൂമറേറ്ററോ രണ്ടാമത്തെ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററോ. ഇനി b into c എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററോ രണ്ടാമത്തെ ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ. അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെയിം ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? That fractions are equivalent fractions. പേജ് നമ്പർ 140 ഐഡന്റിഫൈങ് ഇക്വാലന്റ് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് ഉണ്ട്. ഐഡന്റിഫൈങ് equivalent fractions. അതില് if a by b and c by d are equivalent fractions, then ad equal to bc. ഒന്ന് അണ്ടർലൈൻ ചെയ്തു വെച്ചു. a by b and c by d are equivalent fractions, then ad equal to bc. അതായത് ഫസ്റ്റ് ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററും സെക്കൻഡ് ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററും തമ്മിലുള്ള പ്രൊഡക്റ്റും ഫസ്റ്റ് ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററും സെക്കൻഡ് ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററും തമ്മിലുള്ള പ്രൊഡക്റ്റും സെയിം ആണെങ്കിൽ തന്നിരിക്കുന്ന രണ്ട് ഫ്രാക്ഷൻസ് ഇക്വാലന്റ് ഫ്രാക്ഷൻസ് ആയിരിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. എക്സസൈസ് 7C പേജ് നമ്പർ 142 എക്സസൈസ് 7C അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. Which of the following pairs are equivalent fractions? 2/5 first one 6/20 6/20 എന്ത് ചെയ്താൽ മതി? 2 into 20യും 5 into 6ഉം സെയിം ആണോ നോക്കിയാൽ മതി. 2 into 20 equal to 40. 5 into 6 equal to
30. രണ്ടും സെയിം അല്ല. So these two fractions are not equivalent fractions. ഇത് രണ്ടും equivalent fractions അല്ല. ഇനി അടുത്തതൊന്ന് നോക്കിയേ. രണ്ടാമത്തത് 4/11. 4/11ഉം 20/55. എന്ത് നോക്കിയാൽ മതി? 4 into 55 11 into 20 ഈക്വൽ ആണെന്ന് നോക്കിയാൽ മതി. 4 into 55, 5 into 4 20, remaining 0, 5 into 4 20 plus 2 22. 11 into 20 equal to 220. ഇത് രണ്ടും സെയിം ആയിട്ട് കിട്ടുന്നത് കൊണ്ട് these two fractions are equivalent fractions. ഇങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററും രണ്ടാമത്തെ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാം. ആദ്യത്തെ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററും രണ്ടാമത്തെ ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാം. രണ്ടും സെയിം കിട്ടുന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ഫ്രാക്ഷൻസ് ഈക്വലന്റ് ഫ്രാക്ഷൻസ് ആയിരിക്കും. ഓക്കെ, ഇതുപോലെ ആ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്തു. ബാക്കി 4 കൂടെ ഉള്ളൂ. അത് ഇക്വലന്റ് ഫ്രാക്ഷൻസ് ആണോ യെസ് ഓർ നോ എന്ന് കണ്ടുപിടിക്കാൻ നോട്ടിൽ ഇതുപോലെ എഴുതിയിട്ട് തന്നെ ചെയ്തു കേട്ടോ. ഇതിപ്പോ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരാം, എക്സാമ്പിൾ നോക്കാൻ വേണ്ടി. ഇതുപോലെ നോക്കിയിട്ട് ചെയ്താൽ മതി.